Team baby girl, welcome to the show. Akshay, Mritul, Maithili. Yes. अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी ഓള തട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ സാറേ, ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയും. ശരിക്കും ഈ സിനിമയിൽ അക്ഷയ് ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു ആക്ടറിനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എനിക്ക് അക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി കമ്മിറ്റഡാണ്. കോൺസെപ്റ്റ് ഓഫ് ലവ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അത് ഗ്ലോറിഫൈ ആയി ഇപ്പൊ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൾ ആ തട്ടോട്ട് വന്നിട്ടുണ്ട് സാറ്. എനിക്ക് ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. Hi, hello, and welcome to Milestone Makers Presents Talk of the Town. This is Alinsha, and we have with us the team baby girl. Welcome to the show. So, Akshay, Mritul, and Maithili. Yes. സോ ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് തിയേറ്ററിൽ വളരെ സക്സസ്ഫുള്ളി എല്ലാവരും നല്ല അഭിപ്രായത്തോടു കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ബേബി ഗേൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റ് മൂവിയാണോ അതോ പ്രീവിയസ്ലി മൂവീസ് ചെയ്തിട്ടുണ്ടോ? പുതിയ ആൾക്കാരാണോ? പുതിയ ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വേറെ പടങ്ങളൊക്കെ നല്ല കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഓക്കെ, ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ എല്ലാവരും ആക്ടിങ്, മീഡിയ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻടു ദിസ് മൂവി? എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വരുന്നത്? ആക്ച്വലി നമ്മൾ 3 പേരും ഒരു ഓഡിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിന് അപ്ലൈ ചെയ്തു. ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്, മൂവിയും ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അപ്പം ട്രിവാൻഡ്രത്തായിരുന്നു ഈ ഓഡിഷൻ. ഓക്കെ, മേ ബി പോയി നോക്കാം. കുറേ ഓഡിഷൻസിന് പോകുന്നുണ്ട്. അപ്പൊ ഇതും അങ്ങനെ ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടില്ല. എനിവേസ് വിൽ ഗോ ദേർ ആൻഡ് വിൽ സീ എന്നുള്ള രീതി ഓഡിഷന് ഓപ്പൺ ഓഡിഷൻ ആയിരുന്നു. ചെന്നു, പോയി, അങ്ങനെ പല പല പ്രോസസ്സിന് ശേഷം ഇവിടെ എത്തി. ഓക്കെ, സൂപ്പർ. നിങ്ങളും അങ്ങനെ സെയിം ഓഡിഷനിൽ തന്നെയാണ്? സെയിം. ആ, പക്ഷെ നമ്മള് തൃശ്ശൂരാണ് ബേസിക്കലി. ഞാൻ സ്ഥലം തൃശ്ശൂരാണ്, പക്ഷെ എനിക്ക് ഓഡിഷൻ കൊച്ചിയിലായിരുന്നു. ഓ, ഇത് എനിക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും ഇവര് ഓഡിഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സെക്കൻഡറി ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ വെക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, കൂൾ. ഫൈനലി നമ്മള് നിമ്പോളിയുടെ കൂടെ ഒരു പടം ചെയ്യാം. ഈ ഓഡിഷന് വരുമ്പോ നിങ്ങക്ക് എവിടെയെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ആക്ച്വലി പടം കുറച്ച് ചെറിയ പരിപാടി അല്ല, നിവിനൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് ലൈക്ക് എന്നെ റെഫർ ചെയ്തത് അഭിജിത്ത് ആയിട്ട് എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം ഓഡിഷന് പോവാൻ പറഞ്ഞു, വേറെ ഒരു രീതിയിൽ റെഫർ ചെയ്തിട്ടില്ല. ഓഡിഷൻ വന്നപ്പോ പറഞ്ഞു, അപ്പൊ തന്നെ ഇത് അത്യാവശ്യം നല്ല കാസ്റ്റ് ആണ്, നല്ല ക്രൂ ആണ്, മാജിക് ഫ്രെയിംസ് ആണ് പ്രൊഡക്ഷൻ. അപ്പൊ തന്നെ വി ഹാവ് ലൈക് സർട്ടൻ എക്സ്പെക്ടേഷൻസ്. അപ്പൊ നമ്മൾ ഇനി മാക്സിമം ജസ്റ്റിസ് കൊടുക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തില്. അങ്ങനെ എങ്ങനെയാണ് ത്രൂ ഔട്ട് ഒരു പ്രോസസ്? കാരണം നിങ്ങൾ ഇതിനു മുന്നേ ബിഗ് സ്ക്രീനിൽ ഒരിക്കലും ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് പെർഫോം ചെയ്തിട്ടില്ല. മേ ബി അല്ലാണ്ട് ഇപ്പോ സ്കൂളിലും കോളേജസിലും ഒക്കെ നിങ്ങൾ സ്റ്റാർസ് ആയിരിക്കാം ഓൾറെഡി. പക്ഷെ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? സോ ഫസ്റ്റ് ടൈം നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ വരുമ്പോ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നെർവസ്നെസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇനിഷ്യലി നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഓൾസോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ടീമായിരുന്നു. ഫൈസ് ഒക്കെ ആണെങ്കിലും അരുൺ സാർ ആണെങ്കിലും ബോബി ആൻഡ് സഞ്ജയ്, അപ്പം എല്ലാ ടെക്നിക്കൽ ടീംസ് ആണെങ്കിലും റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എവ്രിവെയർ നമുക്ക് അത്രയും എന്ത് പറയാനാ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും ക്യാരക്ടറിലോട്ട് കയറാനാണെങ്കിലും നമ്മളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂ കമ്മർ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഇവരാരും തന്നിട്ടില്ല. അരുൺ സാർ ആയിരുന്നെങ്കിലും വളരെ എന്ത് പറയുക ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. നമ്മൾ ചെയ്യേണ്ട സാധനം ഓരോ വാക്ക് പറഞ്ഞു തരും, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇമോട്ട് ചെയ്യാനായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പം ക്യാമറയുടെ മുന്നിൽ ചെയ്യുന്നത് പിന്നെ എല്ലാം ഞാൻ പറയില്ല, ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് സിനിമ. ഒരു ആർട്ടിസ്റ്റ്, ഒരു ആക്ടറിന് വിചാരിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റില്ല. അത് സൗണ്ടും ലൈറ്റും എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ഒരുമിച്ച് വരുമ്പോൾ വരുന്ന ഒരു ഔട്ട്പുട്ടാണ് സിനിമ. അപ്പോൾ എല്ലാം കൂടെ വർക്ക്ഔട്ട് ആകുമ്പോഴാണ് നമുക്ക് നിങ്ങൾ ഈ ഓഡിയൻസ് കാണുന്നത് വർക്ക് ആവുന്നത്. അപ്പം ലൈക്ക് ഐ സെഡ് നെർവസ്നെസ് ഉണ്ടായിരുന്നു, ബട്ട് ടേൺഡ് ഔട്ട് ടു ബി ഗുഡ്. നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നെർവസ് ആയിരുന്നോ? നല്ല പേടിയുണ്ടായിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു. ഈ പേടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മള് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേനും നമ്മള് ഫസ്റ്റ് ഡയലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ഫേവർ ചെയ്യാന്നുള്ളൊരു പരിപാടി, ലൈറ്റിന് ഫേവർ ചെയ്യണം, ക്യാമറയ്ക്ക് ഫേവർ ചെയ്യണം, അത് ഇത് മൊത്തത്തിൽ നമ്മള് നമ്മുടെ എല്ലാ സെൻസസും അലേർട്ട് ആയിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. അതിന്റെ പുറമെ ഈ ടെൻഷനും കൂടെ ഒക്കെ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്ത്? അത്
ഐ തിങ്ക് മോർ ദൻ ടെൻഷൻ ലൈക്ക് ഫുൾ ടൈം അവെയർ ആയിരുന്നു ഈ ക്യാരക്ടർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എവിടെയും പാളാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് വൺ ചാൻസ്. ആസ് എ ന്യൂ കമർ ദാറ്റ്സ് ഓൾസോ പ്രഷർ. ഒരു ചാൻസേ ഉള്ളൂ നമുക്ക് പ്രൂവ് ചെയ്യാൻ. അതിൽ പ്രൂവ് ചെയ്തില്ലെങ്കിൽ അടുത്ത ആള് അപ്പൊ മോർ ദൻ പ്രഷർ ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യണം എന്നായിരുന്നു മൈൻഡിൽ. ക്രൂ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ അക്ഷയ് പറഞ്ഞ പോലെ അവര് ഒരിക്കലും പുതിയ ആൾക്കാരാണ്, നമ്മള് കുറവാണ്, അങ്ങനെ ഒരു ഫീലിംഗും തന്നിട്ടില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ടിപ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ ലിജു ചേച്ചിയൊക്കെ ആണെങ്കിലും ഷോർട്ടിന് മുന്നേ പറഞ്ഞുതരും ഹൗ കെൻ യു ഡു ഇറ്റ് ബെറ്റർ, അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് പെർഫോം ചെയ്യാൻ ഷീസ് ദ പ്രോ അറ്റ് ഇറ്റ്. അപ്പൊ എല്ലാം പറഞ്ഞു ക്ലിയർ ആയിട്ട്. നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഹെൽത്തി കോമ്പറ്റീഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാവരും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സിനിമ നല്ല രീതിയിൽ വരണം. പിന്നെ അല്ല, ഹെൽത്തി കോമ്പറ്റീഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇവന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഓക്കെ നീ ചെയ്യോ ഞാനിത് പിടിക്കാം, ആ ഒരു സെറ്റപ്പ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നുമില്ല. സഞ്ജയ് സർ പറഞ്ഞത് അതെ, നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ തരുന്നുണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതില് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു നമ്മുടേതായിട്ടുള്ള ഒരു സെറ്റ് പ്ലേ അല്ലെങ്കിൽ ഒരു സെറ്റ് പീസ് ചെയ്തിട്ടില്ലായിരുന്നു. വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എല്ലാം സഞ്ജയ് സാറും അരുൺ സാറും ഷോട്ടിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത് വന്ന് പറയും ഇതാണ് സീൻ, പക്ഷെ ഇങ്ങനെയാണ് കാര്യം. ഇൻഫാക്ട് സഞ്ജയ് സാർ നമ്മളോട് ചോദിക്കും, ഇപ്പം നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഈ ജെൻസി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജനറേഷൻ ആകുമ്പോഴത്തേക്കും സാറ് ഈ ഡയലോഗ്സും ഈ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്നൊക്കെ നമ്മളോട് ചോദിക്കും. നമ്മുടേതായിട്ടുള്ള ഇൻപുട്സും അവര് യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഇൻപുട്സും അവർ അക്നോളജ് ചെയ്യുന്നുണ്ട്. they are ready to take. പക്ഷെ നമുക്ക് ആ ഒരു സ്പേസിൽ അങ്ങനെയൊന്നും പറയാനോ അല്ലെങ്കിൽ ഓക്കെ സാർ ഇങ്ങനെ ചെയ്യാന്നൊന്നും പറയാനേ പറ്റില്ല. ബിക്കോസ് വി ആർ സോ ടെൻസ്. സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇങ്ങോട്ട് ചോദിച്ചാൽ നമ്മള് ഓക്കെയാണ്. ഓക്കെ, പുള്ളിയുടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഡയറക്ടർ എങ്ങനെ കൂളാണോ? അല്ല, എനിക്കൊന്നൊരു വൺ ഡേ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് പ്രഷർ ഉണ്ട് മൊത്തത്തില്. പിന്നെ ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ഒരു കൊമേഴ്ഷ്യൽ സിനിമ പോലത്തെ ഭയങ്കര ഫൺ അങ്ങനത്തെ സ്പേസ് അല്ല, കളി ചിരി തമാശയല്ല, ഭയങ്കര കാര്യമായിട്ടാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞങ്ങളും അതേ സീരിയസ്നെസ്സോടെ തന്നെയാണ് സിനിമയെ കാണുന്നതും. അവര് ഓരോന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യാന്നുള്ളത് മാത്രമാണ്. കുറച്ച് സീരിയസ് ആണ് സെറ്റ്. മൂവിയും അങ്ങനത്തെ ഡിമാൻഡ് ചെയ്യുന്ന മൂവിയായിരുന്നു. നമ്മുടെ സീൻസ് ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഫൺ ജോളി ജിൽ അങ്ങനത്തെ ഇല്ലായിരുന്നു നമുക്ക് ഈ മൂവിയില്. പലരും കണ്ട ആൾക്കാരും എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മള് ട്രാഫിക് ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് അതേപോലെ ഒരു ജോണറിൽ ഈ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്ന് പറയുന്ന ഒരു രീതിക്ക് എന്താണ് ഈ നെക്സ്റ്റ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മനസ്സിലുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. അതും ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യം കൂടി ആകുമ്പോഴത്തേനും കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫുൾ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ഈ പ്രീവിയസ്ലി നിങ്ങൾ ചെയ്തു വെച്ച സീനുമായിട്ട് മാച്ച് ആവണം. നിങ്ങൾ കയ്യിലിടുന്ന ഒരു സാധനമാണെങ്കിൽ ഒരു ആക്സസറി ആണെങ്കിൽ പോലും അത് അത്രയും ശ്രദ്ധിക്കണം എന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് മാനേജ് ചെയ്ത്? ഈസി ആയിരുന്നോ? കയ്യിൽ നിന്ന് അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടോ? എല്ലാരും ഉണ്ട് നമുക്ക് ആ കാര്യത്തിൽ നമ്മളെ ഇങ്ങനെ മോണിറ്റർ ചെയ്യും. ഇൻഫാക്ട് ഞാൻ ഇച്ചിരി ആ കാര്യത്തിൽ ഇച്ചിരി ക്ലംസി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഒരേ കോസ്റ്റ്യൂമിൽ തന്നെ കുറെ സെറ്റ്സ് ഒക്കെ കയ്യിലുണ്ടാവും അല്ലേ? അങ്ങനെയുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് ആ സെയിം കോസ്റ്റ്യൂം സെറ്റ് എക്സ്ട്രാ പെയറോ അങ്ങനെയുണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു മൊത്തത്തില് നിങ്ങളുടെ ഷൂട്ട്സ്? നമുക്ക് ഈ പറഞ്ഞ ഡേയ്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 days കാണുമായിരുന്നു. ബട്ട് നമ്മുടെ കുറെ സീൻസില് പ്രസൻസ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 months നമ്മൾ ആ കമ്മിറ്റഡ് ആയിരുന്നു. ഓക്കെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ 2 ഡ്രസ്സൊക്കെ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ ഒരു 1 month അലക്കിയും ഇതൊക്കെ തരും, ഞാൻ അങ്ങനെയല്ല ചോദിച്ചേ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും വീണ്ടും കഴിഞ്ഞാൽ തീർന്നില്ലേ, പിന്നെ ഒരു പെയറിലേ ഉള്ളൂ നമുക്ക്. ആണല്ലേ? ഓക്കെ. സോ ഓക്കെ, നിങ്ങൾ എല്ലാരും ജെൻസി കിഡ്സ് ആണല്ലോ. ഞാൻ 90s ആണ്, 90 kids ആണ്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, ഈ 90s ആണോ? ബോർഡർ 90s അവസാനം ഞാൻ മിഡിലൊക്കെ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോ അത് വിടാം, നമുക്ക് അത് ചർച്ച ചെയ്യാം. വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തു, താല്പര്യമില്ല, പുറത്തു വരണ്ടല്ലോ. ഓക്കെ, അപ്പോ എന്താ ഈ ജെൻസീസ് കിഡ്സ് അല്ലെങ്കിൽ ജെൻസി കിഡ്സിനെ പൊതുവെ നമ്മളല്ല ആരൊക്കെയും ഈ കാരണവന്മാർ അവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമുക്കിങ്ങനെ
അടുത്ത് നിൽക്കാൻ പറ്റാത്ത ലൈക്ക് നമ്മൾ എന്ത് പറഞ്ഞാലേ തിരിച്ചിങ്ങനെ പറയുന്ന അങ്ങനെയൊക്കെ ഒരു ചീത്തപ്പേര് എവിടെയൊക്കെ ഉണ്ടോ? അതിൽ നിങ്ങളുടെ പ്രതിഷേധം എന്താണ്? അമ്മയൊക്കെ എപ്പോഴും പറയും നിങ്ങളുടെ ജനറേഷൻ. ആരാ? അമ്മ അമ്മയച്ഛനൊക്കെ പറയും നിങ്ങളുടെ ജനറേഷൻ എപ്പോഴും തിരിച്ച് വേഗം പറയണ ടൈപ്പാണ്, ഒന്നും കേൾക്കില്ല, തിരിച്ചു പഠിപ്പിക്കാൻ നിൽക്കും. അങ്ങനത്തെ ഡയലോഗ്. ചീത്തപ്പേര് 90s ഉള്ളത്. ഉണ്ട്. എല്ലാത്തിലും ഉണ്ടല്ലോ. Intellect level മാറുന്നുണ്ടല്ലോ. സെഗ്മെന്റിലോട്ട് കിടക്കാം. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആൻസർ പറയും എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ലേഡീസ് ഫസ്റ്റ് ഇവിടെ നിന്ന്. ഓക്കെ, കോളേജ് ബങ്കിങ് വേഴ്സസ് മൂവി ഷൂട്ടിംഗ്, വിച്ച് ഇസ് മോർ ഫൺ? മൂവി ഷൂട്ടിംഗ് ആണ്. കോളേജ് ബങ്ക് ചെയ്തിട്ടുണ്ടോ? എനിക്ക് കോളേജ് ബങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. അറ്റൻഡൻസ് 85% അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ബാക്കി 15% നമുക്ക് വേണം. അത് പിന്നെ അല്ലാണ്ട് വേറെ ആവശ്യങ്ങൾക്ക് ലീവ് എടുക്കും. എല്ലാത്തിനും ഒക്കെ പോകും. ഓക്കെ ഓക്കെ. ഇവിടെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല? മൂവി തന്നെയാണ്. മൂവി തന്നെയല്ലേ അതിനുള്ള ഇഷ്ടമുള്ള കാര്യം. ബങ്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അത്യാവശ്യം. എത്രയൊക്കെയോ നമ്മള് ക്രൈസ്റ്റിലല്ലായിരുന്നല്ലോ. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ആള് ട്രിവാൻഡ്രത്തിലെ യൂണിവേഴ്സിറ്റി കോളേജ്. ഓക്കെ ഫുൾ ബങ്കിങ് പോവാറില്ല. ഓക്കെ. ഈ ലാസ്റ്റ് ബെഞ്ച് വൈബ്സ് നിങ്ങൾ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ബെഞ്ച് ആണോ അതോ പഠിപ്പിച്ചിട്ടാണോ? ഈ ഫ്രണ്ടിൽ പോയിരുന്ന ടീച്ചേഴ്സിന്റെ ഒക്കെ അറ്റൻഷൻ എപ്പോഴും കിട്ടുന്ന അങ്ങനത്തെ ഒരാളാണോ? ലാസ്റ്റ് ബെഞ്ചാണ്, പക്ഷെ ടീച്ചേഴ്സ് ഫ്രണ്ടിൽ പിടിച്ചെടുത്തു. എനിക്ക് അവിടെ ഫ്രണ്ട് വന്നിരുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ മോസ്റ്റ്ലി ടൈമിലൊക്കെ ഫ്രണ്ടിലല്ലേ ആണ്. ഓക്കെ ഫൈൻ. ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് സ്കൂളിംഗ് ഫുൾ ട്രിവാൻഡ്രത്തായിരുന്നു. ഹോസ്റ്റൽ ലൈഫ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ? നല്ല നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ കൂൾ. മാസ് എൻട്രി സീൻ ഓർ എ കോളേജ് ഫെസ്റ്റ് എൻട്രി, വിച്ച് വൺ ഡു യു പ്രിഫർ? വിച്ച് ഇസ് മോർ ഫൺ? മാസ് എൻട്രി. മാസ് എൻട്രി ഇൻ എ മൂവി. നമ്മൾ കേറി വരും. പ്രത്യേകിച്ച് ഇപ്പൊ മലയാളം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പണ്ടൊക്കെ കോളേജ് കാലഘട്ടം ചെയ്യുന്ന ആൾക്കാരുടെ റോള് ചെയ്യുന്നതും ഒരു 30+ ആയിട്ടുള്ള അല്ലെങ്കിൽ 35-40 ഉള്ള ആൾക്കാർ തന്നെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ ഒരു 7-8 വർഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും റിയൽ ആ ഒരു ഏജിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഒരുപാട് സന്ദീപ് ആയിക്കോട്ടെ, നസ്ലിൻ ആയിക്കോട്ടെ, മാത്യു ഒക്കെ ആയിക്കോട്ടെ, അവർക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ചാൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നു, ഇപ്പം അതിനൊക്കെ ഇറങ്ങിയ ആൾക്കാരാ. പ്രൊഫസർ റോള് കിട്ടുകയാണ്. ഓക്കെ, ലൈഫ് ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രൊഫസർ റോള് കിട്ടാണ്. ആൻഡ് ഹൗ ഡു യു പെർഫോം? അങ്ങനെ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ, ഇന്ന ടീച്ചറിനെ പോലെ ആയിരിക്കും ഞാൻ പെർഫോം ചെയ്യാം. താങ്കൾക്ക് വിട്ടുതരികയാണ്, എങ്ങനെയുള്ള ഒരു പ്രൊഫസർ ആയിരിക്കും? ശരി, പ്രൊഫസർ ബിക്കോസ് എന്റെ പ്രൊഫസേഴ്സ് ഒക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന ടൈപ്പ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി പിള്ളേരുടെ കൂടെ അതെ ജെല്ലായി. അവര് വെറുപ്പിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ബ്രോ, ലവ് സ്റ്റോറി സ്ക്രിപ്റ്റ് വേഴ്സസ് റിയൽ ലൈഫ് ലവ്? റിയൽ ലൈഫ് ലവ്. കുറച്ചുകൂടി നമുക്ക് രണ്ട് സെയിം അല്ലേ? അല്ല, അതില് ഇതാണ് താങ്കൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത്. ലവ് സ്റ്റോറി ലോജിക് ഒന്നും ചോദിക്കരുത് ബ്രോ, അത് ചോദിക്കരുത്. റൊമാൻറ്റിക് ആണല്ലേ? കുറച്ചധികം റൊമാൻറ്റിക് ആണ്. മനസ്സിലായില്ല, ആളെത്ര വേണ്ടത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതെ അതെ. ഓക്കെ, സോ കോളേജ് ക്രഷ് സ്റ്റിൽ ഇൻ കോണ്ടാക്ട്? നോ, കോളേജ് ക്രഷ് ആസ് സച്ച് എനിക്കില്ല. Come on bro. Come on. ഞാനായിരുന്നു എല്ലാവരുടെയും ക്രഷ്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ പോകുന്നതൊക്കെ കുറവാണ്. അല്ല, എന്നാലും 3 വർഷം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ഒരാൾക്ക് കോളേജിൽ ക്രഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഇപ്പോഴും കോണ്ടാക്ട് ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്കൊരു അഡ്മിറേഷൻ തോന്നിയിട്ടുണ്ട്, അല്ലാണ്ട് ഒന്നുകൂടെ ഞാൻ ചോദിച്ചാൽ കോണ്ടാക്ട് എന്ന് പറയും. കോണ്ടാക്ട് ഇല്ല. അന്നും കോണ്ടാക്ട് ഇല്ല, എന്നും ഇല്ല. കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇല്ല. ഒരു തരം. ഓക്കെ, ഗ്രൂപ്പ് സ്റ്റഡി വേഴ്സസ് ഗ്രൂപ്പ് സെൽഫി? ഗ്രൂപ്പ് സെൽഫി. നമ്മൾ ഒരുമിച്ചിരുന്ന പഠിത്തം നടക്കത്തില്ല. അങ്ങനെയാണ്. ഓക്കെ, ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് വേഴ്സസ് ലേറ്റ് നൈറ്റ് സ്റ്റഡീസ്? ഷൂട്ട്സ് തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ, ക്ലാസ് ക്ലൗൺ ഓർ സൈലന്റ് ഒബ്സർവർ? ഇത് തിന്നില്ല, ഇത് രണ്ടിന്റെ ഇടയിൽ പിടിക്കാനാണ് ഇഷ്ടം. എനിക്ക് തീരെ ക്ലൗൺ ചെയ്യാനും ഇഷ്ടമല്ല, എന്നാ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര
പഠിപ്പിച്ചാണ് ഇഷ്ടാവാൻ താല്പര്യം അങ്ങനെ ഇല്ല. താല്പര്യം ക്ലൗണി എന്റെ അടുത്ത് ക്ലൗണി ഇവർക്ക് അറിയാം ഞാൻ ഇച്ചിരി ക്ലൗണിയാണ്. സെൽഫ് അതേ ട്രോളൊക്കെ സമയം പിടിച്ച് വാങ്ങോ? ഏ? സെൽഫ് ട്രോളൊക്കെ പിടിച്ച് വാങ്ങാറുണ്ടോ? അങ്ങനെയല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും. പക്ഷെ ബോർഡറിലെ ഇതിന് രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് ഓക്കെ, നമുക്ക് വീണ്ടും സിനിമയിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ ഡീൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇപ്പൊ ആസ് എ ഫ്രഷർ അല്ലാന്നുണ്ടെങ്കിൽ സിനിമയിൽ പുതിയ ആൾക്കാർ എന്നുള്ള രീതിക്ക് ചെറിയ ക്യാരക്ടേഴ്സ് അല്ല ഡീൽ ചെയ്തേക്കുന്നത്. ഇപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് നിങ്ങൾ കാരണമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ത്രൂ ഔട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഇതിന്റെ ഫോർമേഷൻസും ഒരു സ്റ്റോറി ആർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണത് ഒരു ഹാൻഡിൽ ചെയ്യുന്നത്. അത് മീൻസ് ത്രൂ ഔട്ട് നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ പോകുന്നത്. അപ്പൊ ഈ ബേബി ഗേൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതിന്റെ ഒക്കെ ഉത്തരം നിങ്ങളുടെ അടുത്ത് നിന്നാണ് തുടങ്ങുന്നത്. ആൻഡ് തങ്ങളുടെ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും പെർഫോമൻസിന് നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു ഇതായിരുന്നു. സോ ഈസി അല്ല ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇതുപോലെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ദ മൊമെന്റ് യു റിയലൈസ് ദാറ്റ് ഞാനിത് ചെറിയ പരിപാടിയല്ല ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് എന്താ പറയാ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഇത് വരുമല്ലോ, ആ ഒരു മൊമെന്റിനെ പറ്റി പറയും. പറയട്ടെ. അല്ല, ഐ തിങ്ക് ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ബിക്കോസ് ഇവര് പറഞ്ഞ എന്റെ അടുത്ത് ഒരു 7-8 ഓഡിഷൻ റൗണ്ട്സ് കഴിഞ്ഞിട്ടാണ്. 7 റൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കല്ല, ലൈക് ജനറലി ക്യാരക്ടറിന് വേണ്ടിയിട്ട് 7-8 റൗണ്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് 2 റൗണ്ട്സിലേക്കാണ് ഞാൻ കയറിയത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ പരിപാടിയല്ല, കുറച്ച് അധികം കോൺസെൻട്രേഷനും ഫോക്കസും വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ. അപ്പോൾ ഒബ്വിയസ്ലി ടെൻഷൻ കയറും, പ്രഷർ ഉണ്ടാവും, പ്രൂവ് ചെയ്യണം, ജസ്റ്റിസ് കൊടുക്കണം ക്യാരക്ടറിന്. അപ്പം പക്ഷെ ഈസി ആയിരുന്നു. മൊത്തത്തില് പ്രോസസ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബിക്കോസ് ഓഫ് ഈ ക്രൂവും കാസ്റ്റും കാരണം മാത്രം. ഈ മുടി വളർത്തിയ ആൾക്കാരെല്ലാരും കുറച്ച് സീന ഡാർക്ക അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കഞ്ചാവ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടാണോ? അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടുന്നുണ്ട്, ലൈക്ക് നമുക്ക് ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ആണ്. ആക്ച്വലി എന്താ വെച്ചാൽ ഇതിന്റെ ഓഡീഷൻ ചെയ്യുന്നതിന് എനിക്ക് ഇത്ര ഹെയർ ഉണ്ടായിരുന്നു. അതെയോ? അപ്പൊ എന്നോട് ഫസ്റ്റ് നല്ല ഫൈനൽ ഓഡീഷനിൽ ചോദിക്കുന്ന ഈ ഹെയർ കട്ട് ചെയ്യാൻ വില്ലിങ് ആണോ എന്ന്. അവർക്ക് സ്റ്റീരിയോ ടൈപ്പ് പിടിക്കും വേണ്ട. അതെ, അപ്പൊ മുടി കണ്ടിട്ടല്ല? അല്ല, അതുകൊണ്ടല്ല. ഓൾറെഡി എനിക്ക് തോന്നുന്നു ആദ്യം ക്യാരക്ടർ ലുക്കും വേറെ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നീടാണ് അത് ട്രിം ചെയ്ത് പിന്നീട് ഓക്കെ ഇത് ഈ ഒരു ലുക്കിൽ ഫിക്സ് ചെയ്യാന്നുള്ളൊരു ഇതിലെത്തി. നമ്മൾ പിന്നെ സിനിമയാകുമ്പോ അല്ല എന്താ ചെയ്യാ, കിട്ടിയാൽ മതി, സ്പേസ് കിട്ടിയാൽ മതി. ഓക്കെ, ഈ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ എടുക്കുകയാണ്, ഇന്നല്ല അത് എപ്പോഴും ഉള്ളതാ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ പറയാ, ഒരു കുഞ്ഞിനെ വേണ്ടാവുന്ന നിൽക്കുന്ന ഒരു സമയത്തും ഒരു കുഞ്ഞുണ്ടാവുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ സ്ഥലത്ത് കളയുന്നു. നമ്മൾ ഒത്തിരി ഇതുപോലുള്ള ന്യൂസും റിപ്പോർട്ട്സും ലൈക്ക് ന്യൂസ് പേപ്പറിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക് ആക്ച്വലി നിങ്ങളുടെ ഈ മൂവി പറയുന്ന ഒരു ടോപ്പിക് ഇൻ എ വേ ഇറ്റ്സ് വെരി റിലവൻറ്റ്, ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ഇഷ്യൂസ് ഒക്കെ ഓഫ് കോഴ്സ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇൻഫാക്ട് നമ്മുടെ പേഴ്സണലി ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജനറേഷനിൽ തന്നെ ഇത് നമ്മൾ പലയിടത്തും കേൾക്കുന്നതും കാണുന്നതും കഥ. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് തമ്മിൽ തന്നെ നമ്മളിത് അറിയുന്നുണ്ട്. ഇങ്ങനത്തെ ഈ ഇപ്പോഴത്തെ ഹൗ കാഷ്വൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും അങ്ങനത്തെ ഒരു എന്താ പറയുക കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് അങ്ങനത്തെ കുറെ ടേംസ് ഉണ്ടല്ലോ ഇപ്പം. അപ്പോൾ അതെല്ലാം നമ്മളിപ്പം കേൾക്കുന്നുണ്ട്, ഇപ്പം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലൈക്ക് ഇതിനൊരു എന്ത് പറഞ്ഞ ഒരു നെഗറ്റീവ് സൈഡ്, ഇതിന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആവും എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ഈ മൂവിയിൽ പറയുന്നുണ്ട് ത്രൂ നമ്മുടെ ഈ 3 ക്യാരക്ടേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കാര്യമാണ് ഇത്. ഈ ഒരു എലമെന്റ് ഈ മൂവിയിൽ വിച്ച് ഇസ് ടു ബി പീപ്പിളിലേക്ക് എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കെയർ ഫ്രീ ആയിട്ട് റിലേഷൻഷിപ്പിനെ കാണുന്നതും പിന്നെ ബേബി ഉണ്ടാവുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, വലിയ കാര്യം തന്നെയാണ്. അഗൈൻ പൊതുവെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ സ്നേഹം ഭയങ്കര പവിത്രമായിരുന്നു. ഇന്ന് ഈ പറഞ്ഞ പോലെ കാഷ്വൽ റിലേഷൻഷിപ്സിലോട്ട് പോകുന്ന ഒരു ഡിവൈനിറ്റി എവിടെയോ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളതും ഈ ഒരു മൂവിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ലൈക്ക് പണ്ട് ഇപ്പോ കുറച്ചുകൂടി ആൾക്കാർ കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ കാണുന്നു, ഒരു സീരിയസ് ആവുന്നില്ല, പ്രത്യേകിച്ചും ജെൻസി കിഡ്സ്. ഉറപ്പായിട്ടും. ബിക്കോസ് എന്താ ഫ്രീഡം
കൂടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ലൈക്ക് ഞങ്ങളുടെ ജനറേഷന് കുറച്ചധികം ഫ്രീഡം ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ബോൺ ആവുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ സിനിമയെ ത്രൂ കാണിക്കുന്നത്. അപ്പോൾ കുറെ ലൈക്ക് റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ എന്നുള്ളതിന്. പക്ഷെ ഇതിപ്പോ ഒരെണ്ണം ഇത് പിന്നെ ലൈക്ക് ഈ കോൺസെപ്റ്റ് ഓഫ് ലവ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അത് ഗ്ലോറിഫൈ ആയി ഇപ്പൊ ഇങ്ങനെയാണ് എത്തി നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പണ്ട് ജസ്റ്റ് ഒരു ലുക്ക് വഴി കുറെ കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ ലുക്കൊക്കെ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പാ. അത് കഴിഞ്ഞിട്ട് ലൈക്ക് യു നോ ഹൗ ഇറ്റ് ഈസ്. അങ്ങനെ നിങ്ങളെല്ലാരും സിംഗിൾസ് ആണോ? ഞാൻ ആക്ച്വലി കമ്മിറ്റഡ് ആണ്. മാരീഡ് അല്ലല്ലോ ബ്രോ. കരയിപ്പിക്കരുത് പ്ലീസ്. കമ്മിറ്റഡ് ആണ്. വളരെ പച്ചയായിട്ടുള്ള സിംഗിൾ ആണ്. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഇന്ന് രാത്രി മെസ്സേജ് എടാ നീ സിംഗിളാന്ന് പറഞ്ഞല്ലേ എന്നെ നീ മറന്നൊന്നും ചോദിക്കരുത്. ആണ് മുരട്ട് സിംഗിൾ എന്നൊക്കെ. ഓക്കെ, ഇനി നമുക്ക് വേറെ സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ ഫൈൻ. ഫെയിം ഓർ ഫ്രീഡം? ഫെയിം ഓർ ഫ്രീഡം? ഫ്രീഡം. ഈ ആക്ടിങ്ങിൽ വരുമ്പോ ആക്ച്വലി നമുക്ക് ഫ്രീഡം കുറച്ച് കുറയില്ല. അതായത് നമുക്ക് ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു, ആൾക്കാർ നമ്മളോടൊന്ന് സംസാരിക്കുന്നു, നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ആവില്ലേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ, സ്ക്രിപ്റ്റ് ഓർ ഡയറക്ടർ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വിചാരിക്കുന്നത്? സ്ക്രിപ്റ്റ് മാത്രമാണ് അത് നല്ല സംവിധായകൻ നല്ല സിനിമ, അതേപോലെ സ്ക്രിപ്റ്റ് നല്ല സംവിധായകൻ മാത്രമാണ്. അക്ഷയ് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാരും കൂടി ചേരുമ്പോഴാണ് നല്ല സിനിമ. ഓക്കെ, OTT റിലീസ് ആണോ തിയേറ്റർ റിലീസ് ആണോ പ്രിഫർ ചെയ്യുക? അത് നമുക്കറിയാം, ഓഫ് കോഴ്സ് തിയേറ്റർ റിലീസ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ജോണർ ഓഫ് ദ ഫിലിം അല്ലേ. ചില ഫിലിംസ് തിയേറ്ററിൽ ഇറങ്ങിയാലായിരിക്കും കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവുക. ചിലത് OTT-യിൽ ഇറങ്ങിയാലും ഇറ്റ്സ് ഓക്കെ, സെയിം എന്താ ഫീലിംഗ് ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഐ തിങ്ക് തിയേറ്റർ റിലീസ് ആ ഒരു മാസ് ആ ഒരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ പടം ബിഗ് സ്ക്രീനിൽ നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോയി. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അതെ അതെ യെസ്. ഓക്കെ, റിയലിസ്റ്റിക് റോൾസ് ഓർ മാസ് റോൾസ്? റിയലിസ്റ്റിക് റോൾസ് ഓർ മാസ് റോൾസ്? റിയലിസ്റ്റിക് റോൾസ്. ഓക്കെ, ക്യാരക്ടർ റോൾസ് പിടിക്കാൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ, എന്നെ വെച്ചിട്ട് മറ്റതിനെ കളിക്കാണ്ടിരിക്കണ്ട, എന്തെന്നാലും ഞാൻ ചെയ്തോളാം. ഓക്കെ, ഇത് കറക്റ്റാ ബ്രോയ്ക്ക് വരുന്ന ഈ ക്വസ്റ്റ്യൻ ഒക്കെ. ഓക്കെ, ബിയർഡ് ലുക്ക് ഓർ ക്ലീൻ ഷേവ്? പടത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞാൽ എടുക്കും അല്ലേ? ഓക്കെ ഫൈൻ. സീരിയസ് സിനിമ ഓർ ഫൺ സിനിമ? വിച്ച് വൺ ഡു യു പ്രിഫർ ടു വാച്ച്? ഞാൻ എല്ലാ ജോണേഴ്സും കാണും, അപ്പോൾ എനിക്ക് അങ്ങനെ ചൂസ്. എന്നാലും നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു പടം കാണാൻ തോന്നിയ ഫസ്റ്റ് കോമഡി പടമായിട്ട് ഇത് കാണാം, അല്ലെങ്കിൽ സീരിയസ് മൂവീസ് ആണോ കാണാൻ? ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര സൈക്കോ ആണെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും മറ്റേ ത്രില്ലറും അഡീബും അതൊക്കെ പോകത്തുള്ളൂ. സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഞാൻ ഇരുന്ന് നോക്കുക, ഹൊറർ അങ്ങനെയൊക്കെ. ഓക്കെ, ഫിലിം സ്കെയർസ് യു, യെസ് ഓർ നോ? സോറി, ഫെയിം സ്കെയർസ് യു. ഈ ഫെയിം എന്താ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ പോകുന്നേ അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ തരാം. മൃദുൽ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൺട്രോൾ
കൺസേൺസ് ഒക്കെ നല്ലോണം വരുന്നത്. പക്ഷേ തുടക്കത്തിൽ ഞാൻ ബ്രീത്ത് ചെയ്താലും നിങ്ങളൊന്ന് കവർ ചെയ്യണേ എന്നൊരു അവസ്ഥ. ഞാനെപ്പോഴും വിചാരിക്കും എങ്ങനെയും എന്നെ ആരെങ്കിലും ഒന്ന് എയറിലാക്കണേ എന്നാ വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഡയറക്ടേഴ്സ് കോൾ ഓർ ഇൻസ്റ്റിങ്ക്ട്. ഇപ്പൊ ഒരു ഷോട്ട് വരിക, ഓക്കെ. നിങ്ങള് ഇനി ഇത് എല്ലാവരോടും കൂടി നിങ്ങള് ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയി ഇനി ബാക്ക് ടു ബാക്ക് മൂവീസ് ഒക്കെ വരും. ഓഫ് കോഴ്സ് വരട്ടെ, ഐ വിഷ് ഓൾ ദ ബെസ്റ്റ്. അപ്പോ അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങളുടെ കരിയർ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ പോവാം. സോ ദർ ഇസ് എ സ്റ്റേജ് വെയർ നിങ്ങൾക്ക് യു ക്യാൻ ഡിസൈഡ്, നിങ്ങൾക്ക് അവാർഡ്സ്, ഐ മീൻ ലൈക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു അവാർഡ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള അവാർഡ്സ് ആണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, അതോ ഓഡിയൻസിന്റെ ലവ് ആൻഡ് അഫെക്ഷൻ? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും? ഇത് മൂന്നുപേരും പറയണം കേട്ടോ. നിങ്ങൾ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക ഫ്യൂച്ചറിൽ? ആക്ച്വലി ഇത് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇപ്പൊ ഓഡിയൻസിനെ അക്നോളജ് ചെയ്ത് അവർക്ക് അത്രയും വർക്ക് ആയതിനായിരിക്കും ഒരു അവാർഡ്. ഇന്റലക്ച്വൽ ആയിട്ടാണ് താങ്കൾ മറുപടി പറയുന്നത്. ആലോചിച്ച് സ്കൂളിൽ നല്ല പഠിക്കുമായിരുന്നു? ഇന്റർവ്യൂവിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. അല്ല, ആക്ച്വലി അത് പ്രൊപ്പോർഷൻ ആണ്. ആൾക്കാർക്ക് വർക്ക് ആയതിനായിരിക്കും നമുക്ക് ഒരു 90-95% നമുക്ക് അവാർഡ്സും അക്കളേഡ്സും ഒക്കെ കിട്ടും. ഒരു സാധാരണ ഇനി അത് അതിന്റെ മേളില് വെക്കണം, ഇതിന്റെ മേളിൽ വരണം എന്ന് പറയുന്നത്. പക്ഷെ എനിക്കൊന്നും ഈ ഓഡിയൻസിന്റെ ലവ് സംഭവം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതന്നെ ഏറ്റവും വലിയ അവാർഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിയേറ്ററിൽ നിങ്ങൾ വിത്ത് ഓഡിയൻസ് വാച്ച് ചെയ്തിട്ടില്ലേ? അതെ, ചെയ്തിട്ടുണ്ടല്ലോ. സോ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നിങ്ങളെ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരുടെയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ ഫാമിലിയുടെ കൂടെയൊക്കെ കാണുന്ന ഒരു മൊമെന്റ് ഓഫ് കോഴ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഹൗ വാസ് ദാറ്റ്? ഞങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ അതെ, നമ്മൾ മൂന്നുപേരും ഓഡിയൻസ് ഉണ്ടായിരുന്നു. കാസ്റ്റും കുറച്ച് ഓഡിയൻസ്. ഓരോ സീൻ വരുമ്പോൾ ഭയങ്കര സംഭവം ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മള് നന്നായിട്ടാണോ ചെയ്ത് സ്ക്രീനിൽ വരുമ്പോ ഇനി അങ്ങനെയാവുന്നൊക്കെ. പക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര. ഈ ഇപ്പൊ ഫസ്റ്റ് ഷോ നിങ്ങള് ആ മൂവിയിൽ അഭിനയിച്ചു, പക്ഷെ അപ്പോഴും ഓഡിയൻസ് നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടില്ല, നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ആണ് ചെയ്തിട്ടുള്ളതെന്നും അറിയില്ല. പക്ഷെ ഈ മൂവി തിയേറ്ററിൽ വന്നു റിലീസ് ആയി കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ ആക്ടേഴ്സ് ആണ്. അപ്പോഴാണ് ശരിക്കും ഓഡിയൻസിന്റെ മുന്നിൽ എത്തുമ്പോഴാണ് നിങ്ങൾ ആക്ടേഴ്സ് ആവുന്നത്, അല്ലെ? സോ അപ്പോഴുള്ള ഒരു റിയാക്ഷൻ, ഓഡിയൻസിന്റെ റിയാക്ഷൻ, ആൻഡ് ഹൗ ഡിഡ് യു മാനേജ്? ആക്ച്വലി ഈ പടം കണ്ടു കഴിഞ്ഞതിന് അടുത്ത ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് അഭിനയിച്ചിട്ടുണ്ട്, നല്ലതായിട്ടുണ്ടെന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അതൊരു ഭയങ്കര ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ. അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, വലിയ അതാ പറയുന്നത്. അപ്പൊ നമുക്കപ്പോ അത് ഭയങ്കര സന്തോഷമാണ്. ന്യൂ എക്സ്പീരിയൻസും പിന്നെ നമ്മുടെ അത് അവർക്ക് വർക്കായെന്നുള്ള കാര്യം കൂടെ അറിയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ത്രില്ഡ് ആണ്. ഓക്കെ, അടിപൊളി. നിവിൻ ചേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? അത് കേട്ടാ. അല്ല, എനിക്കൊന്ന് നിങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, ബട്ട് സ്റ്റിൽ സെറ്റ്സിൽ കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. അല്ല, നാളെ മീറ്റ് ചെയ്യാൻ പോയിട്ടായിരുന്നു. ഒരു ഭയങ്കര കോമഡി ആയിട്ട് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ ടീമിലത്തെ ചേട്ടൻ ഇപ്പൊ ഇതാണ് കൊച്ചിന്റെ അമ്മ, എന്നെ പിടിച്ച് കാണിച്ചു. ഡോറ് തുറന്ന് കേറി അപ്പൊ ഞാൻ നിവിൻ ചേട്ടൻ നോക്കുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ അതിന്റെ കൊച്ചിന്റെ അച്ഛൻ, പിന്നെ വീണ്ടും കൊച്ചിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ കാണിക്കും. ഞാനാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ വീണ്ടും ഡബിൾ റോളും ട്രിപ്പിൾ റോളും ഒക്കെ ചേട്ടൻ ലുക്ക് ഭയങ്കര ഒരു നല്ല മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ആ പുള്ളിയെ പറ്റി പറയൂ. ലൈക്ക് നമുക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഈ സംഭവമാണ് നടന്നത്, അപ്പൊ അത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല.
പക്ഷെ പെർഫോം ചെയ്യുമ്പോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളെല്ലാവരും. ഭയങ്കര അടിപൊളിയാ കാണാൻ. ജസ്റ്റ് വാച്ചിങ് ഹിം പെർഫോം ഇറ്റ്സ് സോ നൈസ്. നമ്മളെല്ലാരും അവിടെ ഇരുന്ന് ഫാൻ ഗേളും ഫാൻ ബോയ് എന്നിട്ട് ഇടയ്ക്ക് അവിടെ നിന്ന് ഒരു നോട്ടങ്ങൾ കിട്ടുമല്ലോ. പുറത്തിറങ്ങാൻ പറയല്ലോ. ഓക്കെ, നിങ്ങള് ഇപ്പോ ഏത് തരത്തിലുള്ള, ഇപ്പൊ നമുക്ക് ഡയറക്ടറിനെ ഒരു ടീച്ചറായിട്ടും നിങ്ങളെ ഒരു സ്റ്റുഡൻസ് ആയിട്ടും എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള കുട്ടികളായിരുന്നു സെറ്റില്? നല്ല കുട്ടികൾ. അതെ, നല്ല obedient ആയിരുന്നു. നല്ല പേടിയുണ്ട്. കുറെ വഴക്കൊക്കെ കിട്ടിയെന്നാണ് കുറച്ച് നേരത്തെ പറഞ്ഞത്. വീണ്ടും കോൺട്രഡിക്ടറി ആണ്. ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അല്ല നമ്മള് കിട്ടി കുറച്ചൊക്കെ. എന്ത് വഴക്കോ? അല്ല പാർട്ട് ഓഫ് ദ അല്ല വഴക്കുന്നല്ല. അല്ല നമ്മുടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ മൂവി ഭയങ്കര സീരിയസ് മൂവി. അപ്പൊ നമുക്ക് അവിടെ നിൽക്കുന്നതാണെങ്കിലും നമ്മൾ എല്ലാ സീൻസിലും അവിടെ വളരെ സീരിയസ് ആയിട്ട് ആർട്ടിസ്റ്റ് എല്ലാവരും ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഈവൻ ഒരു ചെറിയൊരു സീൻ ആണെങ്കിൽ പോലും അതിൽ വന്നിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റും ക്യാരക്ടേഴ്സ് ആണ്, ക്യാരക്ടർ റോൾ ചെയ്യുന്നവരാണ്. അവർ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റോളാണ്. അപ്പൊ എല്ലാവരും സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ജോക്കിംഗ് അറൗണ്ട് വളരെ കുറവാണ്. അപ്പൊ നമ്മളെല്ലാവരും അപ്പൊ അത് റെസ്പെക്ട് ചെയ്താണ് ആ സ്പേസ് നിന്നത്. നമുക്ക് അവിടെ അങ്ങനെയാണ് നമ്മുടെ ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ റീടേക്സ് പോയിട്ടുള്ള ആരാ? സത്യം പറഞ്ഞു കേട്ടോ. ഞാൻ അത്യാവശ്യം പോയിട്ട് എല്ലാവരും എന്നെ മാത്രം അങ്ങനെ ഇപ്പൊ കൊടുക്കണ നീ കൂടെ വാന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അല്ല പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ അത് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള അല്ല, എനിക്ക് ആക്ച്വലി തോന്നുന്നു നമുക്ക് അധികം റീടേക്സ് തരൂല. നമ്മൾ അതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, 1 take or 2 take, അതിന്റെ ഉള്ളിൽ ചെയ്യാന്നുള്ളത്. ഇനിഷ്യലി ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി നമ്മളൊരു ഫസ്റ്റ് ഫിലിം എന്നുള്ളത് അതിനുശേഷം പിന്നീട് നമ്മൾ പ്യുവർലി ഇന്നായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ അത്രയും കാര്യം ബുദ്ധിമുട്ടൊന്നും നമുക്ക് അതിന്റെ ഇത് വന്നിട്ടില്ല. നിങ്ങൾ മൂന്നുപേരിലും ഏറ്റവും ഒബീഡിയന്റ് ആയിരുന്ന ആളാരാ? നിങ്ങൾ മൂന്നുപേരിലും? ഞാനല്ലേ? ആരും അല്ല, മോശമല്ല. എല്ലാരും ബേസിക്കലി നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആട്ടാ. ഇവരാ പോരാ എന്നാ ഞാനല്ല. ആണോ? ആള് ഭയങ്കര എല്ലാവരും അങ്ങനെ നമ്മള് ഇല്ല. ഭയങ്കര ഓക്കെ, ശരി. ഓൺ ടൈം കറക്റ്റ് ആയിട്ട് എത്താത്ത ലേറ്റ് കമ്മർ, ഒരു ക്ലാസ്സിലെ ലേറ്റ് കമ്മർ എന്നൊക്കെ പറയുന്ന പോലെ സെറ്റില് ഈ സെറ്റില് settle അങ്ങനെ ആരുമില്ല. നടക്കില്ല. ഓൺ ടൈമിൽ എല്ലാവരും on എത്തുന്ന time. ആൾക്കാർ. കാരണം രാവിലെ ഇപ്പൊ 5:30 ആ ടൈമില് എണീക്കുക, റെഡി ആവുക, 6 വണ്ടി വരും, നമ്മള് പോകുന്നു, സെറ്റിലെത്തുന്നു, കോസ്റ്റ്യൂം മാറി റെഡി ആയിട്ട്. നമ്മൾ അപ്പൊ തന്നെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആണ്. ഷോർട്ട് റെഡി ആണോ, നമ്മൾ റെഡിയാണ്. ഓക്കെ. ഡയറക്ടറിന്റെ ഏറ്റവും കൂടുതൽ വഴക്കിട്ട് ഇറക്കാം? ഇതൊക്കെ ഇപ്പൊ പറയണം. പറയണം, എന്തൊക്കെയാണ്? ഇല്ല, അങ്ങനെ വഴക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ പറ. അവിടെ ഞാൻ ചോദിക്കുന്നില്ല, പറ. അല്ല വഴക്കായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. ഇത് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്, എനിക്ക് മനസ്സിലായി. സമ്മതിക്കുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് കണ്ടന്റ് കിട്ടുന്നില്ല. വഴക്കായിട്ടൊന്നും അങ്ങനെ അല്ല സാർ, അങ്ങനെ ആരോടും അങ്ങനെ വഴക്കും ദേഷ്യം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരായോണ്ട് ഇനിയിപ്പോ അത് കാരണം പെർഫോമൻസ് പോകുന്ന പേടിച്ചിട്ടാണോന്നും അറിയില്ല. നമ്മള് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രിക്റ്റ് ആണ്, കാര്യം നടക്കും. അതിന്റെ പ്രഷർ ഒക്കെ തരും, അത് നല്ലതായിട്ട് ആഫ്റ്റർ ഞങ്ങൾ പെർഫോമൻസും സാർ ഇപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ മൃദുല ലക്ഷ്യം ഒന്ന് വന്ന് കാണുമെന്ന് പറയും. എന്നിട്ട് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മളൊന്നുകൂടി കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഓക്കെ ചെയ്യാന്നുള്ള രീതി നമ്മൾ ചെയ്യും. അത്ര സ്പേസും ടൈമും ഉള്ള അവിടെ ചീത്തൊക്കെ എനിക്ക് തോന്നുന്നു ടെക്നീഷ്യന്മാർക്ക് കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും ലൈറ്റ് പരിപാടി ചെയ്തത്. അങ്ങനെ ആക്ടേഴ്സിന് സാർ അങ്ങനെ ഈ നിങ്ങൾ ന്യൂ കമേഴ്സ് ആയതുകൊണ്ട് തന്നെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻസോ ഡയറക്ടർ ബിനോയ് നമ്പാല സാർ അങ്ങനത്തെ സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല? നമുക്ക് 3 പേർക്കുണ്ട്. ഓക്കെ. അപ്പൊ ഇതുവരെ കാണാത്ത പ്രേക്ഷകരോട് what do you want to say? എല്ലാവരും പോയി സിനിമ കാണണം. ഇതില് ലൈക് നോർമൽ സിനിമയെക്കാട്ടിലും ഒരു സോഷ്യൽ മെസ്സേജും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഹോൾഡ് ചെയ്യുന്ന ഫിലിമാണ്. അപ്പൊ ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെ പടം കാണണം, എന്നാലേ ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിൽ അധികം റെലവെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അത് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ, അയ്യോ എന്റെ ലൈഫിൽ ആക്ച്വലി ഇത് സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും ആൾക്കാർക്ക്. അപ്പൊ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എന്താ പറയുക, ഇതൊരു റിയൽ സ്റ്റോറി അങ്ങനെ പോകുന്നൊരു സിനിമയാണ്. സോ അത് ആ രീതിയിൽ കണക്ട് ആയതും നമ്മൾ തിയേറ്റർ വിസിറ്റിലൊക്കെ നമുക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രേക്ഷകരും ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ
അപ്പൊ ഇതിലും മൈഥിലി പറയുന്ന ഒരു ഡയലോഗ് ആ ചേച്ചി ലൈഫിൽ ആ ഏജിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മൂവി നിങ്ങൾ മിസ് ചെയ്യരുത്, നിങ്ങൾ അത് കാണണം. പിന്നെ ഇത് ഒരു ദിവസം നടക്കുന്ന ഒരു പരിപാടിയാണ്, അപ്പൊ അത് ആ രീതിയിൽ തന്നെ കാണാൻ നോക്കുക. കുറെ മസാലാസ് പരിപാടി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, എല്ലാം ഓൺ പോയിന്റ് ആണ്. സോ ആ രീതിയിൽ തന്നെ എല്ലാം സിനിമ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ഇതെല്ലാം പറഞ്ഞത് എല്ലാം പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. ഓക്കെ, പറഞ്ഞ പോലെ മൂവി എല്ലാരും കാണണം. ആ ഒരു ഈ പറഞ്ഞ ആ ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കണ്ട് ആ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടെ ലൈഫ് ഉണ്ട്, അപ്പം അത് ഒബ്സർവ് ചെയ്യുക. പിന്നെ എല്ലാ എടുക്കാൻ ഓരോ സീനിലും നമുക്ക് എടുക്കാനായിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് എടുക്കാനായിട്ടുള്ള കണ്ടന്റ് ഉണ്ട് ഈ മൂവി. അതെടുക്കുക, നിങ്ങൾ ഫ്രണ്ട്സിനോട് ഫാമിലി ആയിട്ടും എല്ലാവരും ഇരുന്ന് കൂട്ടത്തിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഫിലിം തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് യെറ്റ് പവർഫുൾ സ്റ്റോറിയാണ്. എല്ലാരും കാണുന്ന ഫിലിം തന്നെ തീർച്ചയായിട്ടും. നിങ്ങൾ മൂന്നുപേരും ഓഫ് കോഴ്സ് നിവിൻ പോളി ഫാൻസ് എന്ന് പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും. ഓക്കെ, പെട്ടെന്ന് ആരാ ഫസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം, ആരാ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഇതില് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്ക് പെനാൽറ്റി ഉണ്ടോട്ടെ, എന്തെങ്കിലും ഒരു പണി തരും. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെ, ഒരുമിച്ച് തന്നെ പറഞ്ഞോ, ഞാൻ എല്ലാരും കൂടെ ഇങ്ങനെ നോക്കും. എടാ, ഓരോരുത്തരും നോക്കണം കേട്ടോ. ഓക്കെ, ക്യാമറമാൻ ഒരാളെ നോക്കിക്കോ, ഞാൻ ടാസ്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ നോക്കാം. ബിജോ ഇവിടെ നോക്കിക്കോണേ, ആരാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് എണ്ണിക്കോട്ടോ. നിവിൻ പോളിയുടെ, ഞാൻ 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ നിവിൻ പോളിയുടെ 5 മൂവീസ് പെട്ടെന്ന് പറഞ്ഞത് ആൾക്കാര്. ഞാൻ സ്റ്റാർട്ട് പറയും. ഓക്കെ, ആദ്യം ആരോ പറഞ്ഞത് തീർക്കത്തെ നോക്കട്ടെ. ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, ബിജോ നോക്കിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അല്ല അപ്പൊ നീ എന്താ പറഞ്ഞത്? പ്രേമം, നേരം, ബേബികൾ, ഞണ്ടുകളുടെ നാട്. ഞാൻ പറഞ്ഞ സിനിമ ഇവിടെ കംപ്ലീറ്റ് എനിക്ക് ഇത് കറക്റ്റ് ആയിട്ട് കേൾക്കാറുണ്ട്. അപ്പൊ എന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി, പക്ഷെ നീ പറയുന്നില്ല, ഞാനാ പറഞ്ഞത്. ഇടയ്ക്ക് ഇതല്ലേ പറഞ്ഞത്. അല്ലേ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാ സ്റ്റക്ക് ആവുക നോക്കട്ടെ, ഓരോരുത്തർ ഓരോ മൂവിയുടെ പിന്നെയും പറ. ഓക്കെ, അത് നമുക്ക് കുറച്ച് മനസ്സിലാവുമല്ലോ. നിവിൻ പോളിയുടെ മൂവി നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് അക്ഷയിൽ സ്റ്റാർട്ട് ചെയ്യാം. ബേബികൾ, പ്രേമം, നേരം, ഞണ്ടുകളുടെയാണ് നിവിൻ പോളി ഫാനാണ്. ഞണ്ടുകളുടെ നാട്ടിലൊരു അതല്ല ഉദ്ദേശിച്ചത്. മിഖായൽ, ഓക്കെ, ഹേ ജൂഡ്, ഹേ ജൂഡ്, പാസാണ്. ഓക്കെ, ഔട്ടായ അല്ല, അവിടെ ഔട്ടായ. കായംകുളം കൊച്ചുണ്ട്. ഓക്കെ, 1 2 3 4. സീരീസ് പറയാലോ. നമ്മള് കുറെ സമയം എടുത്തില്ലേ? ഞാൻ അതുപോലെ സമയം അവിടെ കൊടുത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളുടെ കോ ആക്ടർ ആയിട്ട് അക്ഷയിലെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അക്ഷയനെ മാനോളം പുകഴ്ത്തുക. 3 പോയിന്റ് ഇവിടെ നിന്ന് 3 പോയിന്റ് ഇവിടെ നിന്ന് വരട്ടെ. കേക്കട്ടെ. ശരിക്കും ഈ സിനിമയിൽ അക്ഷയ് ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു ആക്ടറിനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. സത്യല്ലേടാ, ആന്റണി നോ, ഞാൻ ആന്റണി അല്ലായിരുന്നു. ബട്ട് ഓക്കെ, പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. പോസിറ്റീവ് ഒന്നും പറയാനില്ലേ? അല്ലല്ല, താങ്കളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഇതിനകത്ത്. ഹസ്ബൻഡ്, സോറി, ഹസ് ആയിരുന്നു. ഓക്കെ, ആക്ച്വലി നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ഇന്റലക്ച്വൽ, ഹിസ് ഇന്റലക്ച്വൽ കുറെ കാര്യങ്ങൾ അറിയാം, നോളജ് ഉണ്ട്, അവെയർ ആണ്. ലൈക്ക് ബുക്ക് സ്മാർട്ട് മാത്രം, ബുക്ക് സ്മാർട്ട് ആണോ എനിക്കറിയില്ല, പക്ഷെ ജനറൽ നോളജ് ഒക്കെ 100%. ആക്ടിംഗ് ആണ് ഇതൊക്കെ. പിന്നെ ഇന്റലക്ച്വൽ ആയിട്ട് അഭിനയിക്കുകയാണ്. പോസിറ്റീവ്സ് മൃദുൽ 2 എണ്ണം കൂടെ പറയും. സുന്ദര പോരട്ടെ. സുന്ദരനാണ്, സുമുഖനാണ്, നല്ല ഈ വളരെ ചെറുപ്പത്തിൽ ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റോളൊക്കെ അത് നിങ്ങൾക്കത് കൺസീവ് ചെയ്യാൻ പറ്റുമോ എളുപ്പത്തില്? അത് ആക്ച്വലി മൈഥിലി ഇന്നലെ പറഞ്ഞായിരുന്നു. ബേസിക്കലി ഈ ക്യാരക്ടേഴ്സും സെയിം ഏജ് ആണല്ലോ, അപ്പൊ നമ്മൾ എക്സാക്ട്ലി എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ തന്നെയായിരുന്നു ഈ മൂവി. ഇപ്പൊ എന്റെ ഏജിൽ എനിക്ക് ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ
എന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഇമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ സിനിമയെ ഡിമാൻഡ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു രീതി നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനൊരു 20 year old ആയിട്ട് ഞാൻ 35 year old ആയിട്ടല്ല അഭിനയിക്കുന്നത്. എന്റെ ഏജിനുള്ള പറ്റിയ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സ് ഈ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അത് തന്നെയാണ് സെയിം തിങ് ലൈക്ക് ഞാൻ ഇതിൽ 19 year old ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം അത് എന്റെ ഏജ് തമ്മിൽ നോക്കുമ്പോൾ ഭയങ്കര അകൽച്ചയൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ്. നമുക്ക് ഓവർ ഡു അണ്ടർ പ്ലേ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ എങ്ങനെ ഈ ഏജിൽ റിയാക്ട് ചെയ്യണം, സിറ്റുവേഷൻസ് വേറെയാണ്, അതിൽ പ്ലേസ് ചെയ്തിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഗ്രേറ്റ് ആക്ടർ മൃദുൽ അങ്ങനെ ആ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഏതാ ഇമോഷൻ പറ? ഇമോഷൻ ഇമോഷൻ ഏതാ? ഓക്കെ, അതെ നമുക്ക് മനസ്സിലാവാൻ നോക്കട്ടെ ആ ഇമോഷൻ. നിഖിൽ പൊളിച്ച സാധനം വേണ്ട കേട്ടോ. ഡയലോഗ് ബോള തട്ടിട്ട് കഴിഞ്ഞാൽ തട്ട ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാറേ ബോള തട്ടിട്ട് അവളാ തട്ട വിട്ട് വന്നാൽ ഉണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. ബോള തട്ടിട്ട് വന്നാണ്ടല്ലോ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണില്ല. നമുക്ക് പുച്ഛമാ. അവനെനിക്ക് തട്ട ഇട്ടാ എന്താ ഓക്കെ, ഇതാണ് സാധനം. അപ്പൊ പുച്ഛമല്ലേ ഉദ്ദേശിച്ചത്? മറ്റേ താല്പര്യമില്ല അതല്ലേ സാധനം? ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെന്താ ചെയ്യാൻ പോണേ? ഇത് കൊള്ളായിരുന്നു, ഭയങ്കര രസമായിരുന്നില്ലേ? ഇവിടേക്ക് മറ്റേ സാധനമൊക്കെ വന്നു, അടിപൊളി, സൂപ്പർ. ഓക്കെ, കരച്ചിലാണ് സാറേ. കരുതി വീഴ്ത്തി. ഡയറക്ടറുടെയും കസ്റ്റമറുടെയും ഒക്കെ ഓൾറെഡി കഴിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. ഞാൻ മിമിക്രി പഠിക്കുന്നില്ല, എയറിലാവും ഉറപ്പാണ്. പിടിച്ചോ. അപ്പുറം ചെയ്യുന്ന ആൾക്കാർ. ഞാനൊരു നാണയം ഓള തട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ സാറേ, ചുറ്റുള്ളതൊന്നും കാണാൻ അവൻ ഏറിലാവുന്നുണ്ട്, അതിനും വലിയ സാധനം കിട്ടും. ഓക്കെ, അപ്പൊ യെസ്, നമ്മൾ സക്സസ്ഫുള്ളി ടാസ്കുകളും പരിപാടികളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ഫിലിം ഓഫ് കോഴ്സ് സക്സസ്ഫുള്ളി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, മൂവിയെ പറ്റി ആയിക്കോട്ടെ. അപ്പോൾ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ആൻഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ട് ഇനി ഒത്തിരി ഫ്യൂച്ചറിൽ ഒരുപാട് ഫിലിംസും നിങ്ങളെ തേടി എത്തട്ടെ. ആൻഡ് നമുക്കറിയാം, നമ്മളിത് വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു അല്ലെ? നിങ്ങളും ഒക്കെ പെട്ടെന്ന്, അപ്പോൾ നിങ്ങളും വന്നു, അപ്പോൾ നമുക്കൊരു സ്പേസും തന്നു. കെ ഗ്രാൻഡ് ഹോട്ടൽസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് അവർ പെട്ടെന്ന് നമുക്കൊരു സ്പേസും തന്നു. നിങ്ങൾ ഇവിടെ എത്തി, അപ്പോൾ മൊത്തത്തില് പരിപാടി കളറായില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.